ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഒരു ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഒരു ചെറിയ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോ നമ്മുടെ ടെർമെക്സ് ട്യൂട്ടോറിയൽ അത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനുശേഷം കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ആ ഒരു ടെർമെക്സ് ട്യൂട്ടോറിയൽ എന്ന ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോണാണ് അല്ലേ. സോ ഈ ആൻഡ്രോയിഡിനകത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടില്ല. സോ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെർമെക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മളിവിടെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. സോ അതോടുകൂടി ലാസ്റ്റ് വീഡിയോയോട് കൂടി നമ്മുടെ ആ ഒരു ആ ഒരു ടെർമെക്സ് സെക്ഷൻ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഡയറക്റ്റ് സിസ്റ്റത്തിലേക്ക് കയറുകയാണ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത്, ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ദ റിയൽ എത്തിക്കൽ ഹാക്കിംഗ് എന്താണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. സോ അപ്പം നമ്മൾ കറക്റ്റായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമ്മളൊരു റിയൽ വേൾഡിൽ, ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ജസ്റ്റ് എക്സാമ്പിൾസാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾസാണ് കാണിക്കുന്നത്. സോ ഇനി സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു റിയൽ വേൾഡിൽ എങ്ങനെയാണോ ചെയ്യുന്നത്, ഒരു റിയൽ വേൾഡിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണോ നടക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഞാൻ ട്യൂട്ടോറിയൽസ് ചെയ്യാൻ പോവുക. ഓക്കെ, സോ നമുക്കവിടെ പ്രാക്ടിക്കലായിട്ട് ലാബ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടാവും. സോ അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് 2-3 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ മെയിനായിട്ട് ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാലി ലിനക്സ് എന്ന് പറയുക. വിൻഡോസ് പോലുള്ളൊരു സിസ്റ്റമാണ്, ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ് അത് വർക്ക് ചെയ്യുക. സോ ഈ ഒരു OS വെച്ചിട്ടായിരിക്കും നമ്മളിനി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോവുക. സോ അതിൻ്റെ ഇൻസ്റ്റാളേഷന് കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻ, അങ്ങനെ പാർട്ടായിട്ടായിരിക്കും ഈ ഒരു ട്യൂട്ടോറിയൽ പോവുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ഞാൻ ഉടൻ തന്നെ അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.